അൾത്താര ബാലകന്മാരുടെ പ്രത്യേക മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ ബെർക്കിമെൻസ്. 1599 മാർച്ച് 13 ബെൽജിയത്തിലെ ഡീസ്റ്റ് എന്ന സ്ഥലത്ത് ഒരു ചെരുപ്പുകുത്തിയുടെ പുത്രനായി അദ്ദേഹം ജനിച്ചു. ഭക്തിയാർന്ന മാതാവ് ജോണിനെ ഉത്തമ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്താൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബാല്യത്തിൽ പ്രതിനിധം 3 കുർബാനകളിൽ ശുശ്രൂഷയായി വിശുദ്ധൻ കൂടിയിരുന്നു. വെറും 10 വയസ്സുള്ളപ്പോൾ തന്നെ വൈദികനാകാൻ ആഗ്രഹിച്ച ജോൺ ഡീസ്റ്റിലെ ഫാദർ പീറ്ററിന്റെ കീഴിൽ പഠനം ആരംഭിച്ചു. സാമ്പത്തികമായി വളരെ പരിങ്ങിലായിരുന്ന ജോണിന്റെ കുടുംബം. അതിനാൽ അദ്ദേഹം സ്വയം ജോലി ചെയ്താണ് തന്റെ പഠനം മുമ്പോട്ട് കൊണ്ടുപോയത്. 1615 ഈശോ സഭക്കാർ ബെർക്ലിനിൽ ഒരു കോളേജ് ആരംഭിച്ചു. അവിടെ ഒരു വിദ്യാർത്ഥിയായി ചേർന്ന ജോൺ താമസിയാതെ തന്നെ ഈശോ സഭയിൽ ചേരാൻ തീരുമാനിച്ചു. 1616 സെപ്റ്റംബർ 24 ജോൺ ഈശോ സഭയിൽ ചേർന്നു. ഏറ്റവും നിസ്സാരമായ നിയമം പോലും കണിശമായി പാലിക്കുന്നതിൽ ജോൺ മറ്റുള്ളവർക്ക് ഒരു വിശിഷ്ട മാതൃകയായിരുന്നു. മനഃപൂർവ്വം ആശ്രമത്തിലെ ഏറ്റവും ചെറിയ നിയമം പോലും ലംഘിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഇതായിരുന്നു നിയമത്തെക്കുറിച്ചുള്ള ജോണിന്റെ ചിന്ത. ഈ കാലത്ത് വിശുദ്ധന് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ജോലി കുട്ടികളെയും അതിഥികളെയും വേദപാഠം പഠിപ്പിക്കുക എന്നതായിരുന്നു. 1619 ജോൺ തത്വശാസ്ത്ര പഠനത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ടു. ജോൺ പഠനത്തിൽ അത്ര സമർത്ഥനായിരുന്നില്ലെങ്കിലും ഭാവിയിൽ ഉത്തമനായ ഒരു പ്രേക്ഷിതനായി തീരുമെന്നതിനു വേണ്ടി അത്യുത്സാഹത്തോടുകൂടെ പരിശ്രമിച്ചിരുന്നു. കഠിന രോഗത്താൽ പീഡിതരായിരുന്ന സാധുക്കളെ അവസരം കിട്ടുമ്പോഴെല്ലാം വിശുദ്ധൻ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. വലിയ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയല്ല, നമുക്ക് ചെയ്യാനുള്ളവ നന്നായി ചെയ്യുക എന്നവൻ പറയാറുണ്ടായിരുന്നു. എത്ര നിസ്സാരമായ ജോലിയും സന്തോഷത്തോടെ അവൻ ചെയ്തു. വിശ്രമത്തിന് പകരം അധ്വാനം, ആവശ്യങ്ങൾക്ക് പകരം നിന്ദനം, ഇതായിരുന്നു ജോൺ ആഗ്രഹിച്ചിരുന്നത്. 1621 തത്വശാസ്ത്ര പഠനം വിജയകരമായി പൂർത്തിയാക്കിയ വിശുദ്ധ ജോൺ അധികം താമസിയാതെ ആരോഗ്യം ക്ഷയിച്ച് ക്ഷയെ പ്രാപിക്കുകയും ചെയ്തു. ഭൂമിയിൽ ജോണിന്റെ സമയം കുറവായിരുന്നു, പക്ഷേ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതായിരുന്നു. അസാധാരണമായ ഭക്തിയും വിനയവും ദയവുമുള്ള ഒരു ജീവിതം അദ്ദേഹം നയിച്ചു. ചുറ്റുമുള്ളവരെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചു. എനിക്ക് കഴിയുന്നത് ഞാൻ ചെയ്യും, ബാക്കിയുള്ളത് ചെയ്യാൻ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന് അദ്ദേഹത്തിന്റെ മുദ്രാവാക്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വഴികാട്ടിയായി. ഒരു ജപമാലയും കുരിശുരൂപവും സഭാ നിയമ പുസ്തകവും കയ്യിൽ പിടിച്ചുകൊണ്ട് ജോൺ പറയുന്നു, ഇവയാണ് എൻ്റെ 3 നിധികൾ, ഇവ കയ്യിൽ പിടിച്ച് മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1621 ഓഗസ്റ്റ് 3 തന്റെ 22ാമത്തെ വയസ്സിൽ വിശുദ്ധൻ നിത്യസമ്മാനത്തിനായി യാത്രയായി. 1888 ജാനുവരി 15 ലിയോ 13 പാപ്പ ജോൺ ബെർക്കിമെൻസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. പിയൂസ് 9 പാപ്പയാണ് വിശുദ്ധ ജോൺ ബെർക്കിമെൻസിനെ അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനാക്കിയത്. തന്റെ മാതൃകയിലൂടെ വിശുദ്ധ ജോൺ ബെർക്കിമെൻസ് വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും ദാനധർമ്മത്തിന്റെയും ജീവിതത്തിന്റെ പ്രാധാന്യം നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധി എന്നത് ചുരുക്കം ചിലർക്ക് മാത്രമല്ല, നമ്മുടെ സാഹചര്യങ്ങൾ കണക്കിലെടുക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് വിശുദ്ധൻ നമുക്ക് കാണിച്ചു തരുന്നു. വിശുദ്ധ കുർബാനയെ അത്യധികം സ്നേഹിച്ച തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിച്ച് അൾത്താര ശുശ്രൂഷകളുടെ മധ്യസ്ഥനായ മാറിയ വിശുദ്ധ ജോൺ ബെർക്കിമെൻസിനെ തിരുനാൾ ആശംസകൾ ഏറ്റവും സന്തോഷത്തോടെ നേരുന്നു. നന്ദി. ഹായ് കൂട്ടുകാരെ, ഇന്നൊരു വചനം പഠിച്ചാലോ? എഫേസൂസ് 6:18 നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥന നിരതരായിരിക്കുവിൻ. അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. താങ്ക് യു.